നിവാസേ, ഷിയാസ് സ്വന്തം സഹോദരൻ ഒരു പണി പറ്റിച്ചിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞേ? കഴിഞ്ഞ എപ്പിസോഡ് തീരാൻ നേരത്തെ പറഞ്ഞു അവന്റെ ബോഡി ഒന്ന് കാണേണ്ടതാണ്. നോമ്പിന് മുമ്പായിരുന്നു ഞാൻ ബോഡി ഒന്ന് കാണിച്ചാണ്. ഇപ്പൊ ബോഡി കാണിക്കാൻ ഡയറ്റൊക്കെ വിട്ടിരിക്കുക. എന്നാലും മോശമൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ ഡയറ്റൊക്കെ കൂട്ടി, പക്ഷെ എന്നാലും ചെറിയ ഫിസിക് ഉണ്ട്. അതെന്തായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കോളേജിലൊക്കെ ഭയങ്കര സ്റ്റാർ ആയിരുന്നു. കോളേജിൽ പഠിക്കാൻ സ്റ്റാർ ഒന്നും പറയാൻ പറ്റില്ല. ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ആ സമയത്ത്. കോളേജിൽ ഭയങ്കര, ഞാൻ ഒരു കോളേജിൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് പറയുമ്പോൾ വലിയ നിബാസ്, ഞാൻ പറയാ നിബാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ആരവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ കാണണം. എത്ര മോതിരം കൊടുത്തിട്ടുണ്ട്? ഒരെണ്ണം. ആർക്ക്? ഞാനോ? ആർക്കും കൊടുത്തില്ല. എല്ലാം പെട്ടെന്നാണ്. ആർക്ക് കൊടുത്തു? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. രണ്ടെണ്ണം. ഇതെത്ര മോതിരോ? രണ്ടെണ്ണം. രണ്ടും ഉമ്മ വന്ന രണ്ട് ബർത്ത്ഡേക്ക് 2 പ്രാവശ്യമായിട്ട് തന്ന. നിബാസ് ഭയങ്കര തടിയായിരുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു പെൺകുട്ടിയാണോന്നൊക്കെ ചോദിച്ചു. അത് ഭയങ്കര ഹൗസിംഗ് ഒക്കെ ആയിരുന്നു. ഹൗസിംഗ് അതെന്തോ ആ സമയത്ത്. അപ്പൊ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ 9th വരെയൊക്കെ ഭയങ്കര നാണക്കേടൊക്കെ വരും നമുക്ക്. ആ സമയമൊക്കെ ആകുമ്പോഴാണ് പിന്നെ എല്ലാരും നോക്കൂല്ലേ ഹൗസിംഗ് കൊള്ളാമല്ലോ. ആ സമയത്ത് അപ്പൊ അങ്ങനെ ഒരു കോമഡി അത് ഇവൻ ഷർട്ടിടില്ല ആ സമയത്ത്. ഷർട്ടിടില്ല. അപ്പൊ ഈ ഷർട്ട് അത് ദിവസം നമുക്ക് വീട്ടിൽ വിരുന്ന് വരുമല്ലോ. അപ്പൊ മൂത്തുമ്മ എന്റെ വല്യമ്മയുടെ ചേർത്തി വിരുന്ന് വരും. അപ്പൊ വല്യമ്മയുടെ ചേർത്തി ടോണൊക്കെ മോനെ എന്നടാ പുള്ളേ മോനെ എന്നൊക്കെ ഒരു സ്നേഹത്തോടെ, മോളെ ആചാരെ ഇത് പെൺകുട്ടിയാണോ അത് ആൺകുട്ടിയാണോ തകർന്നു. ഞാൻ അത് പറഞ്ഞിട്ട് ഇവനെ ഇപ്പോഴും കളിയാക്കും. ഞാൻ ഇപ്പൊ റീസെന്റ് ഹൗസിംഗ് കണ്ടിട്ടാണോ എനിക്കറിയില്ല. അത് അല്ല നേരെ ആയിരുന്നോ പറയുന്നതാണോ പറഞ്ഞത്? ബാക്കിലിരുന്ന പറഞ്ഞ ബാക്കിലിരുന്നാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോ ഇവിടം കണ്ടിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വാശി വെച്ചു. അന്ന് വാശി വെച്ചില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വാശി വെച്ചു. കാരണം ഞാൻ എന്റെ ബോഡി 10 പെൺകുട്ടികൾ കണ്ടിട്ട് സൂപ്പർ അളിയ എന്ന് പറയിപ്പിക്കും. യാസേ പോയി വേറെ എന്തെങ്കിലും പണി നോക്കേണ്ടി വരും കേട്ടോ. സത്യമായിട്ടും ഞാൻ ഏകദേശം ഔട്ടായ. നിവാസ്, എനിക്ക് ഉത്തരം ശരിയാണെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ പറയാണ് നിവാസ് ഒരു ആളൊരു 1.5 പടം ഞാൻ കണ്ടിട്ടുണ്ട്. മീനയാണോ ഇഷ്ടം അതോ നയൻതാരയാണോ ഇഷ്ടം? 2 കാലഘട്ടത്തിലുള്ള ആൾക്കാരല്ലേ. ഈ കാലഘട്ടത്തില് നിവാസിന്റെ കാലഘട്ടത്തിൽ ആരെയാ ഇഷ്ടം? റീസെന്റ് നയൻതാര. മീനയ്ക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇപ്പത്തെ തടി വെച്ചൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. തടി വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. തടിയുള്ള പെൺകുട്ടികളെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇതിന്റെ ജിമ്മിന്റെ പേരെന്താണ്? SK ഫിറ്റ്. പെൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ അവിടെ? സെപ്പറേറ്റ് ടൈമാണ് നമ്മള്. നോർമൽ ടൈം സിസ്റ്ററും ട്രെയിനറാ. ആണോ? ഓ അത് ശരി. അപ്പൊ പെൺകുട്ടികൾക്ക് വരുമ്പോ സിസ്റ്റർ പോകും. അതെ. ആൺകുട്ടികൾക്ക് പോകുമ്പോ ഞാനും ഉണ്ട്, പിന്നെ ഫൈസൽ എന്ന് പറഞ്ഞ ഇക്കായുണ്ട്. ഫൈസലുണ്ട്. ഏറ്റവും നിങ്ങളുടെ വലിയ 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 ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയാണ് അല്ലേ? അതെ. എന്താണ് അതിന്റെ പുറയിലെ കാര്യം? ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയാണ്. കാര്യം നിബാസ് ചെറുതാണല്ലോ. എനിക്ക് അറിവ് വെച്ച് മുതല് ഉമ്മയാണ് ജോലിക്ക് പോകുന്നതും ഉമ്മ പണിക്ക് പോകുന്നതൊക്കെ ഞാൻ എൻ്റെ എപ്പോഴും ഓർമ്മയുണ്ട്. ഉമ്മ നമ്മുടെ വീടിൻ്റെ പഴയ വീടുണ്ട്, ആ വീട് നമ്മൾ സെയിൽ ചെയ്തു സിസ്റ്ററിന്റെ മാരേജിന് വേണ്ടി. ഉമ്മ ഈ നമ്മുടെ അവിടെ നിന്ന് കുറെ ദൂരമുണ്ട് ബസ് കയറാൻ ജോലിക്ക് പോകുന്നത്. ഉമ്മ ഈ രാവിലെ കുളിച്ചിട്ട് നനഞ്ഞ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പാത്രമൊക്കെ ചോറും പാത്രവും അതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു ഉമ്മയുടെ ദൃശ്യപ്പോൾ എൻ്റെ ഒരു മനസ്സിലുണ്ട്. അന്ന് ഉമ്മ വെച്ചാൽ എങ്ങാണ് ഞങ്ങളപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിവാസ് ചെറുതാ, കുഞ്ഞിതാ, അവനത് ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് ഓർമ്മയുണ്ടോ? അവൻ ചെറുതാണ്. പെങ്ങളെ ഞാൻ ഇച്ചിരി എല്ലാ പക്വതയൊക്കെ ഉണ്ട് ആ സമയത്ത്, ചെറുതാണെങ്കിലും. ആ ഒരു വല്ലാത്ത ദൃശ്യമാണ് അത്. ഇപ്പോൾ എന്താ പറയാ, ചില സിനിമയിലൊക്കെ അങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ ഉമ്മാനെ എനിക്ക് ഓർമ്മ വരും. ചില സിനിമയിലൊക്കെ മഞ്ജു ചേച്ചി. അപ്പൊ അമ്മയാണ് ജീവിതത്തിലെല്ലാം. ഉപ്പ വേറെ വിവാഹിതനായിട്ട് പോയി. അതില് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങള് ഈ നിലവരെ കൊണ്ടെത്തിച്ച ഉമ്മയാണ്. അതെ അതെ അതെ. വാപ്പ നമുക്ക് വാപ്പാന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു ബ്രാൻഡ് നെയിം മാത്രമേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. ആള്
എന്താ പറയാ ആള്. പക്ഷെ നമുക്ക് പാപ്പാട് ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഇല്ല കേട്ടോ. കാണാറുണ്ടോ, സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് വാട്സപ്പ് ഓ, അതൊക്കെ ഉണ്ട്. നിവാസ് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഇടയ്ക്കിന് മെസ്സേജ് അയക്കും. ഇപ്പൊ അദ്ദേഹം ഇവിടെ കേരളത്തിലാണോ അതോ വിദേശത്താണോ? കേരളത്തിൽ തന്നെ. എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. അദ്ദേഹം സന്തോഷമായിട്ടിരിക്കട്ടെ, അല്ലേ? ബി ഹാപ്പി. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ട എന്താണ്? സന്തോഷം, ഹാപ്പിനെസ് ആണ്. അമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു പാട്ട് ഓടിയുന്നു. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം, ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്ക് കാവലാണെന്നും. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം, ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്ക് കാവലാണെന്നും. സത്യമല്ലേ? നിങ്ങളുടെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടു. അത്രത്തോളം നിങ്ങൾക്ക് അല്ലേ അമ്മയായിട്ടുള്ള ബന്ധം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് നിങ്ങളെ ഇതുവരെ കൊണ്ടുവരുന്നവരെ അല്ലേ ഒരു കുടക്കീഴിൽ നിർത്തി ഭക്ഷണവും തന്ന് അല്ലേ ഒരു ചെറിയ പനി വന്നാൽ പോലും നിങ്ങളെ അല്ലേ തൂക്കിയെടുത്തോണ്ട് ഓടുന്നതും ജീവിതത്തിൽ നമുക്കൊരിക്കലും എന്താണ് സൃഷ്ടി എന്ന് പറയുന്നത് അത് അമ്മ തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല.